തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. ഇത്ര ഉദ്വേഗം നിറഞ്ഞൊരു ഫലപ്രഖ്യാപന ദിനത്തെ കേരളം അടുത്ത കാലത്തൊന്നും അഭിമുഖീകരിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു. അതിന് കാരണം കേരളത്തിൽ ആദ്യമായാണ് ഒരു മുന്നണി തുടർച്ചയായി 2 തവണ അധികാരത്തിലെത്തുന്നത്. ഇനി മൂന്നാമതൊരു ഊഴം കൂടി ഇടതുമുന്നണിക്ക് ലഭിക്കുമോ, അതോ 10 വർഷം പുറത്തുനിന്ന് UDF അധികാരത്തിൽ തിരിച്ചെത്തുമോ എന്ന ചോദ്യം ഇലക്ഷൻ പ്രഖ്യാപിച്ച നാൾ മുതൽ രാഷ്ട്രീയ കേരളത്തെ അതിരറ്റ ആകാംക്ഷയുടെ മുൾമനയിൽ നിർത്തുകയായിരുന്നു. 4-ാം തീയതി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമാകും. അതിനി ഒരു ദിവസം കൂടി മാത്രം. ഇതിനകം എക്സിറ്റ് പോളുകൾ ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. രാജ്യത്തെ 10ഓളം പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസികൾ പുറത്തുവിട്ട ഫലം UDFന് അനുകൂലമായി വന്നിരിക്കുകയാണ്. UDF 71-നും 90-നും സീറ്റ് ലഭിക്കുമെന്നാണ് പൊതുവായ പ്രവചനം. അപ്പോഴും LDF ശുഭാപ്തി വിശ്വാസം കൈവെടിഞ്ഞിട്ടില്ല. എക്സിറ്റ് ഫലങ്ങൾ തങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുമ്പോഴും അനുകൂല ഘടകങ്ങൾ നിരത്തി അവർ വിജയം അവകാശപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഒരു ഏജൻസിയുടെ എക്സിറ്റ് പോൾ തൂക്ക് സഭയ്ക്കുള്ള സാധ്യത പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. LDF 99 സീറ്റ് നേടിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 മുന്നണികളും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വെറും 6% അടുത്തായിരുന്നു. 2-3 ശതമാനത്തിന്റെ വോട്ട് വ്യത്യാസം 15 മുതൽ 20 മണ്ഡലങ്ങളിൽ വരെ ജനവിധിയെ തലകീഴ്മറിക്കും. കടുത്ത മത്സരം നിലനിൽക്കുന്ന സീറ്റുകളിൽ BJP നേടിയെടുക്കുന്ന വോട്ടുകൾ ഈ വ്യത്യാസത്തെ സ്വാധീനിക്കും. ഇവിടെയാണ് ഇടതുമുന്നണി പ്രതീക്ഷ വയ്ക്കുന്നത്. എന്നാൽ LDFനേക്കാൾ 3 മുതൽ 5% വരെ അധിക വോട്ട് UDF നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഏജൻസികൾ പുറത്തുവിട്ട ഫലം പറയുന്നത്. ഇത് കുറച്ചൊന്നുമല്ല UDF കേന്ദ്രങ്ങളിൽ ഉണർത്തിവിട്ടിട്ടുള്ള ആവേശം. അധികാരം നേടിക്കഴിഞ്ഞ മട്ടിലാണ് അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ. മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള പിടിവലിയും ചർച്ചകളും അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ്. ഇതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളെ തങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നാണ് UDF കൺവീനർ പറയുന്നത്. അപ്പോഴും ഭരണമാറ്റം ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കപ്പെട്ട നിലയിലാണ് സർക്കാർ മന്ദിരങ്ങളിൽ രൂപപ്പെട്ട പതിഞ്ഞ താളവും നിർജീവതയും. തുടർ ഭരണമില്ലാതെ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നതിന് സൂചനയായി ഭരണതലത്തിൽ എവിടെയും ഒരു നിസ്സംഗത നിഴലിച്ചു നിൽക്കുന്നു. ഇത്തരത്തിലാണ് തലസ്ഥാനത്ത് നിന്ന് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4-ാം തീയതി ഉച്ചയോടെ പൂർത്തിയാകുന്ന ഔദ്യോഗിക ഫലങ്ങൾ വന്നാൽ മതി, ബാക്കിയെല്ലാം ആയിക്കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് UDF നേതൃത്വവും അണികളും. അധികാരത്തിലേക്കുള്ള തിരിച്ചുവരവ് ഒരു 10 പതിറ്റാണ്ടിന് ശേഷമാകുമ്പോൾ അതിൽ മുൻപെങ്ങുമില്ലാത്ത വിധം ആവേശം നുരഞ്ഞു പൊന്തുമല്ലോ. ആ കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരുടെ നിറച്ചിരിയിലും വർത്തമാനത്തിലും ഇപ്പോൾ കാണാനാകുന്നത് അതാണ്.